അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമസ്കാരത്തിൽ വസ്ത്രധാരണ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ തെറ്റുകളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സും കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുകയാണ്. നേരിട്ട് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമസ്കാരത്തിൽ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന മറ്റൊരു തെറ്റാണ് അസ്വലാത്തു ഫി തൗബില്ലദി അലൈഹി സൂറ. ചിത്രങ്ങളുള്ള വസ്ത്രത്തിൽ നമസ്കരിക്കുക. ചിത്രങ്ങളുള്ള വസ്ത്രത്തിൽ നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ അത് ഉടുത്ത് നമസ്കരിക്കലാണെങ്കിലും അതല്ല നമ്മൾ നമസ്കരിക്കുന്ന ഭാഗത്ത് ചിത്രങ്ങൾ ഉള്ളതാണെങ്കിലും, ഇനി അതല്ല നമ്മൾ നമസ്കരിക്കാൻ ഉപയോഗിക്കുന്ന മുസല്ലയിൽ ചിത്രങ്ങളുള്ളതാണെങ്കിലും ഒക്കെ ബാധകമാണ്, ഗൗരവമേറിയ വിഷയമാണ്. ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു പ്രവാചക വചനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരിക്കൽ നമസ്കരിക്കാൻ വേണ്ടി നിന്നു. ഫീ ഖമീസത്തിൻ ദാത്തി അഅലാമിൻ, ചിത്രപ്പണികളുള്ള ഒരു വസ്ത്രത്തിൽ. ഫനളറ ഇലൈഹ, അങ്ങനെ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ ആ ചിത്രത്തിലേക്ക് നോക്കി. ഫലമാ ഖലാ സ്വലാത്തഹു, നമസ്കാരം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇദ്ഹബു ബിഹാദിഹിൽ ഖമീസ, ഈ വസ്ത്രം നിങ്ങൾ കൊണ്ടുപോകൂ. എന്തേ കാരണം? ഫഇന്നഹാ അൽഹത്നി ആനിഫൻ ഫീ സ്വലാത്തി, കുറച്ചു മുമ്പ് ഞാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമസ്കാരത്തിൽ എന്നെ അശ്രദ്ധനാക്കി കളഞ്ഞു ഈ ചിത്രങ്ങൾ എന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറഞ്ഞത്. നമ്മൾ ചിലപ്പോൾ പറയും, ആ ചിത്രങ്ങളൊന്നും എൻ്റെ ശ്രദ്ധയെ തിരിപ്പിക്കുകയില്ല, എൻ്റെ ഏകാഗ്രതയെ നശിപ്പിക്കുകയില്ല എന്നൊക്കെ നമ്മൾ വീമ്പ് പറയും. പക്ഷേ ഏറ്റവും ഖുശൂആയി, ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശ്രദ്ധ വരെ തെറ്റിച്ച് കളയാൻ നമസ്കരിക്കുന്ന ഭാഗത്തുള്ള ചിത്രങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ, സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള ചിത്രങ്ങളുള്ള വസ്ത്രങ്ങളിലായി നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമസ്കാരത്തിൻ്റെ ഖുശൂഇനെ അത് ബാധിക്കും എന്നതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലുള്ള ചിത്രങ്ങളുള്ള വസ്ത്രങ്ങളിൽ നമസ്കരിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയതും പണ്ഡിതന്മാർ അതിൻ്റെ ഗൗരവം സൂചിപ്പിച്ചതും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ മുസല്ലൊക്കെ വാങ്ങുമ്പോൾ ചിത്രങ്ങളുള്ള മുസല്ലൊക്കെ ഒഴിവാക്കുക. നമ്മൾ നമസ്കരിക്കുന്ന റൂമിലോ അതല്ലെങ്കിൽ ആ ഭാഗത്തോ ഈ രൂപത്തിലുള്ള ചിത്രങ്ങൾ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കുക. പൊതുവെ വീട്ടിൽ നിന്ന് തന്നെ ചിത്രങ്ങൾ തൂക്കി വെച്ച അവസ്ഥക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, കാന ഖിറാമുൻ ലി ആയിഷത സതറത് ബിഹി ജാനിബ ബൈതിഹ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ, അവരുടെ വീട്ടിൽ ഒരു ഭാഗത്ത് ഒരു തുണി ഉണ്ടായിരുന്നു, ഒരു കർട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവരോട്, അമീതി അന്ന ഖിറാമക്കി ഹാദാ, ആയിഷ, ഈ കർട്ടൻ നീ ഇവിടെ നിന്ന് നീക്കം ചെയ്യണം. ഫഇന്നഹു ലാ തസാലു തസാവീറുഹു തഅരിദു ഫീ സ്വലാത്തി, ഞാൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ആ ചിത്രപ്പണികളിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്നുണ്ട് ആയിഷ, അതുകൊണ്ട് അത് താങ്കൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോക്കൂ നിങ്ങൾ, രണ്ട് ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഗൗരവമാണ്. മഹാനായ ഇമാം നബവി റഹിമഹുല്ലാ ഈ വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് കാണാം, വ അമ്മ തൗബുല്ലദി ഫീഹി സുവർ, ചിത്രങ്ങളുള്ള വസ്ത്രം, ഔ സലീബുൻ, അതല്ലെങ്കിൽ കുരിശന്റെ രൂപമുള്ള വസ്ത്രം, ഔ മായുൽഹി, അതല്ലെങ്കിൽ ശ്രദ്ധ തെറ്റിക്കുന്ന മറ്റെന്തെങ്കിലും ചിത്രങ്ങളുള്ള വസ്ത്രങ്ങളാകട്ടെ, ഫതുക്റഹു സ്വലാത്ത ഫീഹി, അതിൽ നമസ്കരിക്കുന്നത് കറാഹത്തുള്ള കാര്യമാണ് എന്ന് മഹാനായ ഇമാം നബവി റഹിമഹുല്ലാ സൂചിപ്പിച്ചത് കാണാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വസ്ത്രത്തിലാണെങ്കിലും അതല്ല നിസ്കരിക്കുന്ന സ്ഥലത്താണെങ്കിലും നമസ്കരിക്കുന്ന റൂമിൻ്റെ ചുമരിലാണെങ്കിലും ഒക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. മഹാനായ ഇമാം ഷൗക്കാനി റഹിമഹുല്ലാ പറയുന്നത് കാണാം, വഫി ഹാദൽ ഹദീസി, ഈ ഹദീസിലുണ്ട് ദലാലത്തുൻ, തെളിവുണ്ട്, അതല്ലെങ്കിൽ ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്, അലാ കറാഹത്തി സ്വലാ ബിമകാനിൻ ഫീഹി തസാവീർ, ചിത്രങ്ങൾ തൂക്കിയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുന്നത് കറാഹത്താണ് എന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടും.
വഅലാ വുജൂബി ഇസാലത്തി മാ യശ്ഗുലു ബാലൽ മുസല്ലി, നമസ്കരിക്കുന്നവന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന എന്തൊക്കെ ചിത്രങ്ങളുണ്ടോ അതൊക്കെ നീക്കം ചെയ്യൽ നിർബന്ധമുള്ള കാര്യമാണ്. സവാഉൻ കാന സുവർ അം ഗൈറ സുവരിൻ, അതിനി ചിത്രങ്ങളല്ല, വേറെന്തെങ്കിലും സാധനങ്ങളാണോ, എന്തോ ആണെങ്കിലും നമസ്കരിക്കുന്നവന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന എല്ലാം അവിടുന്ന് മാറ്റുകയും നീക്കം ചെയ്യുകയും ചെയ്യണം. നമ്മളൊരു ഗൗരവം കാണാറില്ല ഇല്ലേ? എന്തൊക്കെ ചിത്രങ്ങളുള്ള മുസല്ലയിലാണ് നമ്മൾ നിസ്കരിക്കുമ്പോൾ പലരും ആ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ചിത്രങ്ങളൊക്കെ പാടെ ഒരു രൂപമായിട്ട് അതല്ലെങ്കിൽ വേറെന്തൊക്കെ കോലായിട്ടൊക്കെ ചിലപ്പോൾ നമുക്കിങ്ങനെ തോന്നും. അങ്ങനെ പിശാച് നമ്മുടെ ശ്രദ്ധ തട്ടിയെടുക്കും. റൂഹില്ലാത്ത നിലക്ക് നമ്മൾ നിസ്കരിക്കും അല്ലേ? ഗൗരവമാണ് സുഹൃത്തുക്കളെ. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, വൽ മദ്ഹബുല്ലദി ആമത്തുൽ അസ്ഹാബ്, ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം കറാഹത്തു ദുഖൂലിൽ കനീസ അൽ മുസവ്വറ, ചിത്രങ്ങളുള്ള ചിത്രപ്പണികൾ കഴിപ്പിച്ച കനീസകളിൽ അവിടെ പ്രവേശിക്കൽ കറാഹത്താണ്. വസ്സലാത്തു ഫീഹ, അവിടെ വെച്ച് നിസ്കരിക്കലും. വഫീ കുല്ലി മഖാനിൻ, എന്നിട്ട് മഹാനവറുകൾ പറയാണ് എല്ലാ സ്ഥലത്തും. എങ്ങനെയുള്ള സ്ഥലം? ഫീഹി തസാവീറുൻ, അവിടെ ചിത്രപ്പണികളുണ്ട്. അപ്പൊ ചിത്രങ്ങൾ തൂക്കിയിട്ടുള്ള, ചിത്രങ്ങൾ വിരിച്ചിട്ടുള്ള ഏത് സ്ഥലത്താണെങ്കിലും അവിടെ നമസ്കരിക്കൽ അശദ്ദു കറാഹ, ശക്തമായ കറാഹത്താണ്. വഹാദാ ഹുവ സവാബ്, ഇതാണ് ശരി. അല്ലദീ ലാ റൈബ ഫീഹി വലാ ശക്ക്, അതിൽ സംശയമില്ല. ഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായി സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില കാർപ്പറ്റ് ചിത്രങ്ങളുണ്ടാകും ധാരാളം. അങ്ങനെയുള്ള കാർപ്പറ്റിൽ അതൊക്കെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ഗൾഫിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾ നല്ല കളർഫുൾ ചിത്രങ്ങളുള്ള മുസല്ലകളൊക്കെ വാങ്ങി നാട്ടിലേക്ക് പോകാറുണ്ട്. അതൊക്കെ നമസ്കാരത്തിൻ്റെ ശ്രദ്ധ തെറ്റിച്ച് കളയുന്നതാണ്. കളറാണെന്നത് കുഴപ്പമില്ല, പക്ഷേ ചിത്രങ്ങളില്ലാത്തത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നോക്കൂ നിങ്ങൾ, ഇനി ആത്മാവുള്ള ചിത്രങ്ങളാണെങ്കിലോ, ആത്മാവുള്ള വസ്തുക്കളുടെ ചിത്രങ്ങളാണെങ്കിലോ അപ്പോൾ ഒന്നും കൂടെ ഗൗരവം കൂടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തദ്ഖുലുൽ മലായികതു ബൈതൻ ഫീഹി സൂറ, ചിത്രങ്ങൾ തൂക്കിയിട്ടുള്ള വീടുകളിലേക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മാലാകമാർ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യാൻ. അങ്ങനെ ചിത്രങ്ങളുള്ള ഈ രൂപങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പ്രവേശിക്കാൻ അവിടുന്ന് വൈമനസ്യം കാണിച്ചു, വെറുപ്പ് പ്രകടിപ്പിച്ചു. നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ സംഭവിക്കുന്നൊരു സംഗതിയാണ്. ചിലരുടെയൊക്കെ വീടുകളിൽ ചുമരിലൊക്കെ ഇങ്ങനെ പല ഈ ആത്മാവുള്ള വസ്തുക്കളുടെയൊക്കെ ചിത്രങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ അതിങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാകും. മരണപ്പെട്ടു പോയവരുടെ ചിത്രങ്ങൾ തൂക്കിയിട്ടുണ്ടാകും. നമ്മുടെ ഷോക്കേസിലൊക്കെ പല ജീവികളുടെയും രൂപങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാകും. ഈ ജീവികളുടെ രൂപങ്ങളൊക്കെ ടോയ്സായി കുട്ടികൾക്ക് കളിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അതൊക്കെ നമ്മളിങ്ങനെ പ്രദർശിപ്പിച്ചു വെക്കുക, ചിത്രങ്ങളിങ്ങനെ ചുമരിലൊക്കെ തൂക്കുക, അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട വിഷയങ്ങളാണ്. നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചു, സമനൽ ഫത്ഹി, മക്കം ഫത്ഹിൻ്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് എന്താണെന്നറിയോ? അയ്യഅതിയൽ കഅബ, ഉമറേ നീ കഅബയിൽ പോകണം, എന്നിട്ട് ഫയംഹുവ കുല്ല സൂറത്തിൻ ഫീഹാ, കഅബാലയത്തിൻ്റെ അകത്ത് മുഴുവനും ജാഹിലിയ കാലഘട്ടത്തിൽ മുശ്രിക്കുകൾ പല രൂപത്തിലുള്ള അവരുടെ വിഗ്രഹങ്ങളുടെയും മറ്റുമൊക്കെ ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുകയാണ്. ആ ചിത്രപ്പണികൾ മുഴുവനും മായ്ച്ചു കളയണം ഉമറേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന കൊടുക്കുകയാണ്. എന്നിട്ട് കാണാം ഹദീസിൽ, ഫലം യദ്ഖുലഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ മുഹിയത്ത് കുല്ലു സൂറത്തിൻ ഫീഹാ, അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ചിത്രങ്ങളും മായ്ച്ചു കളഞ്ഞതിന് ശേഷമല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് പ്രവേശിച്ചതുപോലുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇബാദത്ത് ചെയ്യുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള രൂപങ്ങളും ചിത്രങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? ഇപ്പോൾ ചില ആളുകളൊക്കെ അവരിഷ്ടപ്പെടുന്ന താരത്തിൻ്റെ ഇപ്പോൾ ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും അതേപോലെ മറ്റുള്ള പല ഗെയിമുകളുടെയൊക്കെ തങ്ങൾ ഇഷ്ടപ്പെടുന്ന താരങ്ങളുടെയൊക്കെ ചിത്രം ഉള്ള ടീഷർട്ട് അതേപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാറുണ്ട്, അത് വഹിച്ച് നടക്കാറുണ്ട്. അതൊക്കെ എത്രമാത്രം അങ്ങനെ അതൊക്കെ വഹിച്ചിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. പുതുതലമുറക്ക് പലപ്പോഴും അത് അറിയൂല.
അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ഉള്ള ആളുകളുടെ വസ്തുക്കളുടെ ഒക്കെ ചിത്രങ്ങളുള്ള വസ്ത്രങ്ങൾ തന്നെ നമ്മൾ ഒഴിവാക്കണം, നമ്മൾ ധരിക്കരുത്. നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം മാലിക് റഹ്മഹുല്ല അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്താ ചോദിച്ചതെന്നറിയോ? അനിൽ ഖാതമി, ഒരു മോതിരത്തെ സംബന്ധിച്ച്. യകൂനു ഫീഹി അത്തമാഥീൽ, ആ മോതിരത്തിൽ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട് ചില രൂപങ്ങൾ, ചില വിഗ്രഹങ്ങളുടെ അതല്ലെങ്കിൽ ചില വസ്തുക്കളുടെ പ്രതിമകളുടെ രൂപങ്ങൾ കൊത്തിവെച്ച മോതിരം, അത് ധരിക്കാൻ പറ്റുമോ? അയൽബിസു വയുസല്ലി ഫീഹി, അത് ധരിച്ചുകൊണ്ട് നമസ്കരിക്കാൻ പറ്റുമോ? മഹാനായ ഇമാം മാലിക് റഹ്മഹുല്ല പറഞ്ഞത്, ഖാല ലാ യൽബിസു വലാ യുസല്ലി ബിഹി, അത് ധരിക്കാനും പാടില്ല, അത് ധരിച്ചുകൊണ്ട് നിസ്കരിക്കാനും പാടില്ല എന്ന് മഹാനവറുകൾ ഫത്വ കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിച്ച കാര്യത്രേ ഉള്ളൂ, നമസ്കരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടാകരുത്. പ്രത്യേകിച്ച് നാം ധരിക്കുന്ന വസ്ത്രത്തിലും നാം നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന വസ്ത്രത്തിലും അതിൻ്റെ ചുറ്റുപാടിലുമൊന്നും ചിത്രങ്ങളും രൂപങ്ങളുമൊക്കെ ഉണ്ടാകുക എന്നത് അതീവ ഗൗരവത്തോടു കൂടെയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കണ്ടിട്ടുള്ളത്. മഹാന്മാരായ ഉലമാക്കൾ അത് കറാഹത്താണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നമസ്കരിക്കുന്നവൻ്റെ ശ്രദ്ധയെ തെറ്റിച്ച് കളയുന്ന ഒരവസ്ഥയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് നീക്കം ചെയ്യൽ നിർബന്ധമുള്ള കാര്യമാണെന്ന് പണ്ഡിതന്മാർ ഫത്വയും കൊടുത്തിട്ടുണ്ട്. ആ വിഷയത്തിൽ നമുക്കും ശ്രദ്ധയുണ്ടാകണമെന്ന് വളരെ ഗൗരവമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രൂപത്തിലുള്ള തെറ്റുകളിൽ നിന്ന് മുക്തമായ നിലക്ക് നമസ്കരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിലേക്ക് പോകാം. അടുത്ത എപ്പിസോഡിൽ ഗൗരവമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. റബ്ബ് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി